അപ്പൊ തുടങ്ങാമല്ലോ. ക്യാമറ സ്റ്റാർട്ട് ചെയ്യാൻ പറയട്ടെ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഇത് ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്യണതാണ് നല്ലത്. തുടങ്ങാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഞാൻ ആലോചിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തേക്കണത്. പിന്നെ എന്റെ കയ്യിൽ കുറെ കാശ് വരും എന്നുള്ള എന്റെ കണ്ണുകടിയല്ലേ നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യം എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം, പക്ഷെ പറയുമ്പോ അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്. ഞാൻ ഈ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട ഭാര്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമായിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള റോൾ മോഡൽ ആവാൻ പോവാണ്. ഇനി ചിന്നു, അതേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നായിരുന്നു. പക്ഷെ ഇപ്പഴങ്ങനല്ല, അടുക്കളയിൽ നിന്ന് യൂട്യൂബിലേക്ക്. അതാ മതി മതി, തുടങ്ങാം. ഇനി സമയം പോകുന്നു. കഥ എന്തേ സിനിമയുടെ അതെ, അതൊരു കഥയാണ്. ഇപ്പൊ അച്ഛൻ ഉടനെ മനസ്സിലാവും. എന്നൊന്നും ഇങ്ങനെ നെഗറ്റീവ് പറയണത്. അപ്പൊ തുടങ്ങാം. തുടങ്ങാം. ഞാൻ പറയട്ടെ സിനിമയുടെ കഥ. നിക്ക് അത് ഞാൻ പറയും. സ്റ്റാർട്ട് ക്യാമറ പറയും. അപ്പൊ റോളിംഗ് സാർ എന്ന് പറയണം. അപ്പൊ ഞാൻ ആക്ഷൻ പറയും. പറഞ്ഞു മനസ്സിലായല്ലോ? ഇങ്ങനെ മുഖം വെച്ചേക്കണേ. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എന്തിനാണ്. സ്റ്റാർട്ട് ക്യാമറ അല്ല, ഞാൻ പറയും സ്റ്റാർട്ട് ക്യാമറ. ഇച്ചിരി മാറിയുന്നേ, ഇച്ചിരി അങ്ങോട്ട് ചേട്ടാ പറയട്ടാ. സ്റ്റാർട്ട് ചെയ്യട്ടാ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ ആക്ഷൻ. നീ ഈ സിനിമ എല്ലാം കണ്ട? ഞാൻ കണ്ടില്ല. എന്റെ അളിയ, ഇവളെ കാണാതാണ് ഇതൊക്കെ പറയാൻ പോണത്. ആണ് അയ്യ, കാണാന്നും പറയാൻ ശരിയാവുന്നില്ല. എന്റെ അളിയെ ശരിയാവും. അതായത് നമ്മുടെ യവൻ പോയി സിനിമ കണ്ടായിരുന്നു. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് കഥ എല്ലാം എവളെടുത്ത് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ എവള് പറഞ്ഞോളൂ. അളിയൻ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത്? കാണാതെ അത്ര അതെന്താ ശരിയല്ലേ? കാണാത്തൊന്നും വിശ്വസിക്കത്തില്ലയോ? അല്ല, ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അത് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതും അതുപോലെ. നമ്മള് എല്ലാം കണ്ടു മാത്രം വിശ്വസിക്കുന്നു പറയരുത്. ഇതും വിശ്വസിക്കാം. അപ്പൊ തുടങ്ങാം നമുക്ക്. ഇച്ചിരി മാറി ഫ്രെയിമിൽ കയറാതെ. മോനെ സ്റ്റാർട്ട് ക്യാമറ. ഞാൻ പറയാൻ പോണേ, മാമയെല്ലാം ചോദിക്കണം. ഇല്ല, ഇതിന് അവാർഡ് വല്ലതും കിട്ടുവോടെ? കിട്ടും. അവാർഡ് കിട്ടും. തുടങ്ങാം. ഇവരുടെ സംശയം തീർന്നു. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ഒരു മിനിറ്റ്, ഞാൻ അത് റിഹേഴ്സൽ ഞാൻ പറഞ്ഞു നോക്കട്ടെ. അല്ല, പറഞ്ഞു നോക്കി. എടുത്തു പോവാം. എടുക്കണ്ട, ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കട്ടെ. അല്ല, എനിക്ക് ഞാൻ ഒന്ന് കംഫർട്ടബിൾ ആവട്ടെ. ഞാൻ പറഞ്ഞു നോക്കട്ടെ, എന്നിട്ട് അത് ശരിയാവോ പറഞ്ഞു നോക്ക്. റിഹേഴ്സൽ. എല്ലാവർക്കും ചിന്നുന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സൂപ്പർ സ്റ്റാർ മഹേഷ് ചന്ദ്രന്റെ പുതിയ സിനിമയായ പിന്നെ ആകാശത്തിലെ പറവകൾ. ഇന്ന് ആകാശത്തിലെ പൂക്കൂട. അല്ല, പിന്നെ ആകാശത്തിലെ പൂക്കാലം. എല്ലാരും കൂടെ എന്നെ തെറ്റിക്കുന്നല്ലോ. ഒന്നുകൂടെ, എല്ലാവർക്കും ചിന്നുന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സൂപ്പർ സ്റ്റാർ മഹേഷ് ചന്ദ്രന്റെ പുതിയ സിനിമയായ ആകാശത്തിലെ പൂക്കാലം എന്ന സിനിമയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ അടുത്ത കാലത്തല്ലേ അവിടുന്ന് കട്ട് ചെയ്തേക്കണം ചെറുതായിട്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി സിനിമയാണ് കേട്ടോ ഇത്. അത് മാത്രമല്ല, മഹേഷ് ചന്ദ്രൻ കിടക്കിയിട്ടുണ്ട്. ഞാൻ തെറ്റിച്ചില്ലല്ലോ. പിന്നെ അങ്ങനെ തെറ്റിക്കുന്നതല്ല. അങ്ങനെ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ട് പറഞ്ഞാലേ ആരും കാണാൻ ആളിനെ കിട്ടത്തില്ല. ഇവൻ പറഞ്ഞത് അടിപൊളി സിനിമയാണെന്ന്. അല്ലല്ല എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. അങ്ങനെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണും ഇത്? എന്തെങ്കിലും നെഗറ്റീവ്നെസ് വേണം. നെഗറ്റീവ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ ഇഷ്ടപ്പെടൂ. ഇടിച്ചിന് ഉദാഹരണത്തിന് നമ്മുടെ അപ്പുറത്തെ സതീഷ് സാറില്ലേ, അങ്ങനെ നല്ല മനുഷ്യനല്ലയോ? അങ്ങേർക്ക് ഇപ്പൊ ഒരു അവാർഡും കിട്ടിയായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ അതിനപ്പുറത്തെ വീട്ടിലെ മറ്റേ പെങ്കൊച്ച്, 2 പിള്ളേരുള്ള ഒരു സ്ത്രീയെ, അങ്ങനെയൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല, 2 മക്കളുള്ള ഒരു സ്ത്രീയെ അടുത്തുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അതേ ദിവസം തന്നെ നമ്മുടെ സതീഷ് സാറിന് അവാർഡും കിട്ടിയത്. ഏത് ന്യൂസ് കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം? അത് ഒളിച്ചോടി പോയതിന്റെ കറക്റ്റ് അമ്മ പറഞ്ഞ. അപ്പൊ നെഗറ്റീവിനെ ഇവിടെ ഉള്ളൂ. അതെ, ഒരു മയത്തിനൊക്കെ നെഗറ്റീവ് പറയണേ നല്ലതാ. ഞാനെവിടെയാണ് ഒളിച്ചോടി പോയത്? എന്റെ അമ്മാവ് ആരുടെ കൂടെങ്കിലും ഒളിച്ചോടി പോട്ടെ. ഞാനൊരു ഉദാഹരണത്തിന് കഥ പറഞ്ഞ അത് വിട്ടില്ലയോ ഇതുവരെ? അതിൽ തൂങ്ങി നിൽക്കുകയാണോ? ഞാൻ യഥാർത്ഥമായിട്ട് ഒളിച്ചോടി പോയതായിരിക്കും. അയ്യടാ. അപ്പൊ ഞാൻ ഇത് നെഗറ്റീവായിട്ട് ഞാൻ എങ്ങനെ പറയും? നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഞാൻ കാണാൻ കയറി. ഈ അടുത്ത കാലത്ത് 1-2 വർഷത്തിനിടെ ഇത്രയോ ഒരു അളിഞ്ഞു പിളിഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഏകദേശം 2.5 മണിക്കൂർ AC കിടന്ന് എനിക്ക് ഉറങ്ങാനൊരു അവസരമുണ്ട്. എനിക്ക് സിനിമ കണ്ടപ്പോ ഇറങ്ങി ഓടാൻ തോന്നി എന്നൊക്കെ പറയാം. അങ്ങനെ പറയണ്ട. കാരണം നമ്മൾ പൈസ പോയി ഇരുന്ന് സിനിമ അവിടെ പോയിട്ട് കിടന്ന് ഉറങ്ങാനാണ് പറ്റിയത്. അതെ, ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ AC കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓടുന്നു പറയുന്നത്
ശരിയാ. അപ്പൊ ഉറങ്ങിന്ന് പറഞ്ഞ ഉറങ്ങി 2.5 മണിക്കൂർ ഉറങ്ങി. ഇത് കൂടെ കാച്ചിക്കൂ. ഈ മഹേഷ് കൃഷ്ണ എന്ത് മഹേഷ് ചന്ദ്രൻ. മഹേഷ് ചന്ദ്രന് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ, ഈ പണിക്ക് എന്തിനാ നടക്കുന്നത് എന്നൊക്കെ കത്തിച്ചു. അങ്ങനെ ഓക്കെ പറയാം. സ്റ്റാർട്ട് ക്യാമറ, ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണേ. സ്റ്റാർട്ട് ക്യാമറ. നിന്റെ നീ കൂടെ ഉസുപ്പേറ്റി സ്റ്റാർട്ട് ക്യാമറ. ഫുൾ നെഗറ്റീവ്. ആദ്യത്തെ നെഗറ്റീവ്. മാച്ചോളാം. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഞാൻ ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മഹേഷ് ചന്ദ്രൻ അഭിനയിച്ച ആകാശത്തെ പൂക്കാലം എന്ന സിനിമയെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്റെ പൊന്ന ദൈവമേ, ഈ കാലത്ത് കണ്ടെടുത്ത് വെച്ച് ഇത്രയും ഒരു പൊട്ട സിനിമ. 2 മണിക്കൂർ ഞാൻ അതിൻ്റെ അകത്ത് ഉറങ്ങി മരിച്ചെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ ആ AC ക്കകത്തിരുന്ന് ഉറങ്ങിയോണ്ട് മാത്രം ഞാൻ അങ്ങ് ഈ സൂപ്പർ സ്റ്റാർ മഹേഷ് ചന്ദ്രൻ വേറെ വല്ല പണിക്കും വെക്കൂടെ? ഈ അഭിനയൊക്കെ നിർത്തേണ്ട സമയമായി. കട്ട്. ഓക്കെ.